സീസൺ 4 വേദിയിൽ അതിമനോഹര ഗാനവുമായി ദേവനന്ദി എത്തുന്നു. വെള്ളരിപ്രാവിന്റെ ചങ്ങാതി എന്ന ചിത്രത്തിലെ ഗാനം അതിമനോഹരമായാണ് താരം ആലപിക്കുന്നത്. ഒരു ടെൻഷനുണ്ട്, എന്നാൽ ഞാൻ ഒന്നാം സ്ഥാനത്ത് എത്തണമെന്നൊരു വാശിയുണ്ട്. കബീറും ശ്രേയ ഘോഷലും ആലപിച്ച ഗാനം അതിമനോഹരമായാണ് താരം ആലപിച്ചത്. സംഗതികൾ മാത്രം പ്രൊജക്ട് ചെയ്ത് നിൽക്കുക, അത് നമുക്ക് എളുപ്പം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. വേദിയിൽ അതിമനോഹര പ്രകടനം കാഴ്ചവെച്ച താരത്തിന് 98 മാർക്കാണ് ലഭിച്ചത്. വേദിയിൽ അതിമനോഹര ഗാനവുമായി ലക്ഷ്യക്കുട്ടി എത്തുന്നു. അതെന്താ ഒരാള് വന്ന് അതിന്റെ സന്തോഷത്തില ആർക്കെങ്കിലും പറയാൻ ഭാര്യ എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകിയമ്മ ആലപിച്ച ഗാനമാണ് താരം അതിമനോഹരമായി ആലപിച്ചത്. എന്തും എന്തും വന്നോട്ടെ, എല്ലാം കണ്ടോട്ടെ. ലക്ഷ്യക്കുട്ടിക്ക് ഗോൾഡൻ സ്റ്റാർ ആണ് ലഭിച്ചത്. അതിമനോഹരമായിട്ട് പാടി. സീസൺ 4 വേദിയിൽ അതിമനോഹര ഗാനവുമായി അഭിനെത്തുന്നു. പാടി, പക്ഷെ ഒരുപാട് സ്ഥലങ്ങളിൽ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. കോമ്പറ്റീഷൻ വേദിയിൽ മനോഹര പ്രകടനം കാഴ്ചവെച്ച താരത്തിന് 97 മാർക്കാണ് ലഭിച്ചത്. വേദിയിൽ അരങ്ങേറിയ താരക്കുട്ടിയുടെ അതിമനോഹരമായ പ്രകടനം കാണാം. എല്ലാവരെയും കേൾക്കുന്ന എല്ലാവരെയും അങ്ങനെ ചുവന്ന ചിറകുകൾ എന്ന ചിത്രത്തിലെ ഗാനമാണ് താരം അതിമനോഹരമായി ആലപിച്ചത്. എനിക്ക് അടുത്ത് വന്നിട്ട് പറയാൻ പറ്റുമോ? അയ്യോ വേണ്ട പ്ലീസ്. എസ് ജാനകിയമ്മ ആലപിച്ച ഗാനം അതേ മനോഹാരിതയിലാണ് താരം ആലപിച്ചത്. വേദിയിൽ അതിമനോഹര ഗാനവുമായി മുഹമ്മദ് യാസീൻ എത്തുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പാട്ട് മുഴുവൻ പാടുന്നത് ഈ പാട്ടാ. ക്ലാസ് ടീച്ചറും പ്രേമഗീതങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനമാണ് താരം അതിമനോഹരമായി ആലപിച്ചത്. കൂടി എന്നെ കൊണ്ട് പാടിപ്പിച്ചു ഈ പാട്ട്. പാടി, നല്ല ഭാവിയുണ്ട്. വേദിയിൽ അതിമനോഹര ഗാനവുമായി വൈകി എത്തുന്നു. മിസ്റ്റേക്സ് എന്ന് പറയാൻ പറ്റില്ല, പാടിക്കൊണ്ടിരുന്നപ്പോൾ കുറച്ച് അബദ്ധങ്ങൾ വരും. അവിടെ നിന്ന് ഇതിന്റെ ഒരു 50. സ്നേഹസാഗരം എന്ന ചിത്രത്തിന് വേണ്ടി KS ചിത്രയും G വേണുഗോപാലും ആലപിച്ച ഗാനമാണ് താരം അതിമനോഹരമായി ആലപിച്ചത്. വരുന്നതല്ല, ആർക്കും കേട്ടാൽ മനസ്സിലാവുന്ന ഒത്തിരി ചേർന്നില്ല. പാട്ട് നല്ലൊരു പാട്ട്. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 4 വേദിയിൽ അരങ്ങേറുന്ന അതിമനോഹര നിമിഷത്തിനെ നാം ഏവർക്കും ആകാംക്ഷയോടെ കാത്തിരിക്കാം.